ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി എന്ന് പറഞ്ഞാൽ പുല്ലുപൊടി. ഇതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ആ വെള്ളം പച്ചവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ റാഗിപ്പൊടി എല്ലാം ഇങ്ങനെ പൊന്തിക്കെടുക്കും, ചെറിയ കട്ടകൾ പോലെ. അത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നമ്മൾ അത് അലിയിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ മിക്സ് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിനെ കപ്പി കാച്ചിയെടുക്കുക എന്നാണ് കേട്ടോ പറയുക. ഇങ്ങനെ കപ്പി കാച്ചിയെടുക്കുമ്പോഴാണ് ഈ സ്നാക്സിന് ടേസ്റ്റ് കൂടുക. വെറുതെ ആണെങ്കിൽ ഇത് കുഴച്ചിട്ട് റാഗി വെറുതെ ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല ടേസ്റ്റിയുമായിരിക്കും കേട്ടോ. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഇങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ഇളക്കി കുറുക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. നല്ല കട്ടിയായിട്ടൊന്നും എടുക്കണ്ട, ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഈ ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും പിന്നെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ റാഗി പൊടിയിലേക്ക് ഞാൻ ഈ കപ്പി കാച്ചിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ നേരത്തെ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ കപ്പി കാച്ചിയത് കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുഴച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേച്ചിട്ട് ഇതിങ്ങനെ ബോൾ ഷേപ്പിൽ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇനി ഇത് ഞാൻ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഈ 2 വിരലിൻ്റെ നടുക്കിൽ ഇത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ അരികുവശം കൊണ്ട് തള്ളവിരൽ കൊണ്ട് നടുക്കിൽ കുഴിച്ചും അരികുവശം കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് എടുത്ത് ഒരു കുഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുഴി പോലെ ആവും. കണ്ടോ, ഇതിപ്പോൾ ഒരു ചെറിയൊരു കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കുകയാണ്. അത് ഞാനൊരു ബോൾ പോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ടാണ് അതിലേക്ക് വെക്കണത്. അപ്പോൾ അത് അങ്ങോട്ടും പോവാതെ കറക്റ്റ് അതിൽ തന്നെ കറക്റ്റിലിരുന്നോളൂ കേട്ടോ. എന്നിട്ട് മുകളിലുള്ളതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കതൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ അരി കൊണ്ടൊക്കെ കോഴിക്കോട്ട ഉണ്ടാക്കില്ലേ, അതേ ഇത് തന്നെയാണ്. കണ്ട, ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കോഴിക്കോട്ട നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് കപ്പി കാച്ചാതെ നമുക്ക് സാധാ ചൂടുവെള്ളം നനച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കണതാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് ബോൾ ഷേപ്പിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കണ ഒരു സ്റ്റീമറിലേക്ക് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 20 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റാഗി കൊണ്ടുള്ള കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ആ കപ്പി കാച്ചിയിട്ട് കുഴച്ച കാരണം നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ റാഗി കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇതിപ്പോൾ നല്ല സ്വീറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിന് നല്ല റാഗിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.